തൊരു മുമ്പിൽ റീത്തയുടെ കാര്യത്തിൽ അന്തിമ വിധിയുമായി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അലീനയെ ഓടിച്ചു വിടാനായിട്ട്, ഇന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് അലീനയെ പോയാൽ മാത്രമേ വേറെ ഒരു പ്രശ്നവുമില്ലാതെ ആ സ്വത്തുക്കളൊക്കെ സ്റ്റാലിൻ്റെ കയ്യിലിരിക്കുകയുള്ളൂ. തുടർന്ന് സ്റ്റാലിൻ്റെ കാലശേഷം ആ സ്വത്തുക്കളൊക്കെ തൻ്റെ സഹോദരിയിലേക്ക് വന്നു ചേരുകയും അവൾക്കത് അടക്കി വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാലക്രമേണ തൻ്റെ പക്കലിലേക്ക് വരുമെന്ന് റീത്ത ചിന്തിച്ച് വെക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം അലീനയെ കൂടെ നിർത്തുകയാണെങ്കിൽ ഉടനെ തന്നെ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലേക്കോ അതോ സ്റ്റാലിൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ പേരിലേക്കോ എഴുതിയെടുക്കാനായിട്ട് ആര് ശ്രമിക്കുന്നു? നമ്മുടെ റീത്ത ശ്രമിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലിയുടെ മക്കളെക്കുറിച്ച്, തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ പറയാണ്, അതായത് തൻ്റെ മക്കൾ തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നും അവർക്ക് തന്നെ വേണ്ട എന്നും പറയുന്നത് കാണാൻ കഴിയും. അവരുടെ മുൻപിലും ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും അവർ തന്നെ തള്ളിക്കളഞ്ഞ് എന്ന ദുഷിച്ച സ്ത്രീയുടെ വാക്ക് കേട്ട് എൽസമ്മയുടെ കൂടെ പോയി. അവിടെ ചെന്നതിന് ശേഷം തന്നെ അവർ അധികമൊന്നും വിളിച്ചിട്ടുമില്ല, തന്നെ സൗനോട് സംസാരിച്ചിട്ടുമില്ല. ഇടയ്ക്കും എങ്ങാനും നമ്മുടെ ടെസമ്മോള് വന്നാൽ വന്നു, അല്ലാതെ മറ്റ് രണ്ടുപേരും അങ്ങനെ വരാറുമില്ല, വിളിക്കാറുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് തനിക്ക് തൻ്റെ മക്കളെ ഒരു നോക്ക് കാണണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ പൊട്ടിത്തെറിയോ ഭൂകമ്പമോ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമേ തൻ്റെ മക്കളെ തനിക്ക് വർഷത്തിലൊക്കെ കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. അവരെ തൻ്റെ കൂടെ നിർത്തണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹവും കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? നടക്കാത്ത ഒരു ആഗ്രഹമായി പോയില്ലേ അത് എന്ന് ചോദിക്കുന്നത് കാണാം. എൻ്റെ പപ്പ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത്? ഒരിക്കലുമില്ല. അതൊക്കെ സുഖമായി നടക്കുമെന്നേ എന്ന് പറയുമ്പോൾ എങ്ങനെ നടക്കാനാണ് മോളെ? തൻ്റെ മക്കൾ ആ റീത്ത ആൻറ്റി പറയുന്നതല്ലാതെ അവർ മറിച്ച് ഒരു വാക്ക്, ഒരടി വെക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആ റീത്ത ആൻറ്റിയോട് അവർക്ക് എന്തൊക്കെയോ ഇഷ്ടക്കുറവുണ്ട് എന്ന് എനിക്ക് ടെസമ്മോളിൽ നിന്ന് മനസ്സിലാക്കി സാധിച്ചു. അവൾക്ക് എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ടെസയുടെ മനോഭാവം എനിക്ക് പ്രതീതമായി, അതിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലായി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പയുടെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ തിരികെ ഇവിടെ എത്തിക്കാനായിട്ട് നീക്കങ്ങൾ നടത്തണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എങ്ങനെ എന്ന് ചോദിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. അപ്പോഴാണെങ്കിൽ പറയാണ്, എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. പപ്പ അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ ഈ വീട്ടിലും പപ്പയുടെ ഭാര്യ തിരികെ വരികയും ചെയ്യും. പിന്നെ സന്തോഷത്തോടെ ആടിപ്പാടി ഉല്ലസിക്കാമല്ലോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ എന്താ മോളെ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. അതായത് റീത്ത ആൻറ്റിയെ ആദ്യം പൊളിക്കണം,
റീത്താൻറ്റിയെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സുഖമായിട്ട് സാധിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അതായത് നമ്മുടെ റീത്താൻറ്റി ആണല്ലോ പണത്തോടും കാര്യത്തോടൊക്കെ ആർത്തിയുള്ള ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ അവരെ കൊടുക്കാനായിട്ട് അത് തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്നു. എന്തായാലും പണത്തോട് ആർത്തിയുള്ള സ്ത്രീ പപ്പ കൊടുക്കുന്ന എല്ലാ പൈസയുടെ വിവരവും കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധ്യതയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചതി അവർ നടത്തുന്നുമുണ്ടായിരിക്കും. അതുകൊണ്ട് അത് പപ്പയുടെ ഭാര്യയായ മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് കലങ്ങി തെളിയുമെന്നും അവരെ നമുക്ക് പൊളിക്കാനായിട്ട് കഴിയുമെന്നും പറയുകയാണ് എന്ന് കാണാം. അതിനായിട്ട് പപ്പയുടെ ഭാര്യ ഇവിടേക്ക് വന്നാൽ മാത്രം മതി എന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാൻലിയോട്, അതായത് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, അധികം വൈകാതെ തന്നെ എൽസമ്മ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ചാൻസും ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. കാരണം റീത്ത ഒരുപാട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വൈരാഗ്യവും പകയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഇപ്പോൾ അവരുടെ സ്വത്തിന് ഭീഷണി നിൽക്കുന്നത് നീയല്ലേ, നിന്നെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും അവൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എൽസമ്മയെ റീത്ത ഇവിടെ കൊണ്ടുവരും. ആ അവസരത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പറയാമെന്ന് പറയുന്നു. ഒടുവിൽ അവസരം വന്നെത്തുകയാണ് എന്ന് കാണാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ എൽസമ്മയുടെ അടുത്ത് സ്റ്റാൻലിയും അലീനയും കൂടി ചേർന്ന്. ഇതേ സമയം അലീനയെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പണ്ട് ഫാദർ പറഞ്ഞ ഒരു കാര്യം അലീനയിൽ, അതായത് എൽസമ്മയുടെ ഉള്ളിൽ വരുന്നത് കാണാം. ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവളാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അതായിരിക്കുമോ ഈ പെൺകുട്ടി എന്ന് ചിന്തിക്കുകയാണ് എൽസമ്മ. തുടർന്ന് റീത്തയെ പൊളിച്ചടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. റീത്ത ആകെ അന്താളിച്ച് പോവുകയാണ് പ്രേക്ഷകരെ. കാരണം റീത്തയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ചതിക്കുകയായിരുന്നല്ലോ. ഒടുവിൽ അലീന തന്നെ പോലീസിനെ കൊണ്ട് റീത്തയുടെ കയ്യിൽ വിലങ്ങണിയിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. ഇത് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.